Hi students, welcome back to MR Physics Tutorial. Plus 2 Physics third chapter Current Electricity ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. ഫിസിക്സ് ലാബുകളിൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കാർബൺ റെസിസ്റ്റർ. ഈ കാർബൺ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കാർബൺ റെസിസ്റ്ററിന്റെ മുകളിൽ ഡിഫറെന്റ് കളേഴ്സോട് കൂടിയിട്ടുള്ള റിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഓരോ റിങ്ങിന്റെ കളറിനും ഒരു പർട്ടിക്കുലർ കോഡ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, നമ്പർ ഉണ്ട്. ഈ കളറിന്റെ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാർബൺ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നത്. ഒന്നാമത്തെ റിങ്ങിന്റെ കളർ, ആ കളറിന്റെ കോഡ്, ഒന്നാമത്തെ റിങ്ങിന്റെ കളറിന്റെ കോഡ് ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. റെസിസ്റ്റൻസിന്റെ വാല്യൂവിന്റെ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ റിങ്ങിന്റെ കളറിന്റെ കോഡ് സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ റിങ്ങിന്റെ കളറിന്റെ കോഡ് ഡെസിമൽ മൾട്ടിപ്ലെയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നാലാമത്തെ റിങ്ങിന്റെ കളറിന്റെ കോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂവിലുള്ള വേരിയേഷന്റെ പേഴ്സൻറ്റേജ് വേരിയേഷനെ, റെസിസ്റ്റൻസിന്റെ വാല്യൂവിലുള്ള പേഴ്സൻറ്റേജ് വേരിയേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് ഉദാഹരണ സഹിതം പഠിക്കാം. കളർ കോഡ് ഉപയോഗിച്ചിട്ട് കാർബൺ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഓരോ കളറിന്റെയും കോഡ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് കളേഴ്സും അതിന്റെ കോഡും വരുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഏറ്റവും ടോപ്പിൽ വരുന്നത് ബ്ലാക്ക്, ഫസ്റ്റ് വരുന്ന കളർ ബ്ലാക്ക്, അതിന്റെ കോഡ് 0. സെക്കൻഡ് വൺ ബ്രൗൺ, കോഡ് 1. റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. ഈ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഈ കളേഴ്സ് ഒക്കെ ആദ്യത്തെ 3 റിങ്ങിന് ബാധകമായിട്ട് വരുന്നതാണ്. ബ്ലാക്ക് മുതൽ വൈറ്റ് വരെ, 0 മുതൽ 9 വരെ ആദ്യത്തെ 3 റിങ്സിന് ബാധകമായിട്ട് വരുന്നതാണ്. ഗോൾഡൻ കളർ, സിൽവർ കളർ, അതേപോലെ നോ കളർ, ഇത് 3ഉം ലാസ്റ്റ് റിങ്ങിന് മാത്രം ബാധകമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബ്ലാക്ക് മുതൽ വൈറ്റ് വരെയുള്ള കളേഴ്സ് ആയിരിക്കും ആദ്യത്തെ 3 റിങ്സിന് ഉണ്ടാവുക. ഗോൾഡൻ കളർ, സിൽവർ കളർ അല്ലെങ്കിൽ നോ കളർ. നോ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് 4ാമത്തെ റിങ്ങിന് ബാധകമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഈ കളർ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഒരു കാർബൺ റെസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ റിങ് ഇതാണ്. ആ റിങ്ങിന്റെ കളർ എന്താണ്? യെല്ലോ കളറാണ്. യെല്ലോ കളർ ഒന്നാമത്തെ റിങ്ങിന്റെ കളർ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതിന്റെ കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ വാല്യൂവിന്റെ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെയാണ്. അപ്പൊ നമ്മളിവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എഴുതുമ്പോൾ R = ഫസ്റ്റ് റിങ്ങിന്റെ കളർ യെല്ലോ ആണ്. യെല്ലോയുടെ കോഡ് എത്രയാണ്? 4 ആണ്. അപ്പൊ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 4. രണ്ടാമത്തെ റിങ്ങിന്റെ കളർ ഇവിടെ വയലറ്റ് ആണ്. വയലറ്റിന്റെ കോഡ് എത്രയാണ്? 7 ആണ്. രണ്ടാമത്തെ റിങ്ങിന്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെയാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എഴുതുന്നു, 47 എന്ന് കിട്ടി. മൂന്നാമത്തെ റിങ്ങിന്റെ കളർ ബ്രൗൺ ആണ്. മൂന്നാമത്തെ റിങ്ങിന്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡെസിമൽ മൾട്ടിപ്ലെയറിനെയാണ്. ബ്രൗണിന്റെ കോഡ് എത്രയാണ്? 1. ഡെസിമൽ മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ × 10⁻⁴. അപ്പോൾ 10ന്റെ പവറിനെയാണ് മൂന്നാമത്തെ റിങ്ങിന്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ 10⁻⁴. ബ്രൗൺ അതിന്റെ കോഡ് 1 ആണ്. അപ്പൊ 10⁻⁴. ഇനി മൂന്നാമത്തെ റിങ്ങിന്റെ കളർ ബ്രൗണിന് പകരം റെഡ് ആണെങ്കിലോ 10⁻² എന്നാണ് നമ്മൾ എഴുതേണ്ടത്. മൂന്നാമത്തെ റിങ്ങിന്റെ കളർ ഓറഞ്ച് ആണെങ്കിലോ 10⁻³ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ R = നമുക്ക് എന്ത് കിട്ടി? 47 × 10⁻⁴ എന്ന് കിട്ടി. അതായത് 470. 47 × 10⁻⁴ എന്ന് പറഞ്ഞാൽ 47 × 10 that is equal to 470 എന്ന് കിട്ടി. 470 ഓം. ഇനി 4ാമത്തെ റിങ്ങിന്റെ കളർ എന്താണ്? ഗോൾഡൻ കളർ. ഞാൻ പറഞ്ഞു 4ാമത്തെ റിങ് ഈ 3 കളറിലാണ് പെടുന്നത്. ഒന്നുകിൽ ഗോൾഡൻ കളർ ആയിരിക്കും, അല്ലെങ്കിൽ സിൽവർ കളർ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ റിങ്ങേ ഉണ്ടാവില്ല. അതാണ് നോ കളർ എന്ന് കൊടുത്തത്.
അപ്പൊ ഗോൾഡൻ കളർ, ഈ നാലാമത്തെ റിങ്ങിന്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന പെർസെന്റേജ് ഓഫ് വേരിയേഷനെയാണ്. റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന വേരിയേഷന്റെ പെർസെന്റേജിനെ. ഓക്കെ, ഇവിടെ ഗോൾഡൻ കളർ ആയതുകൊണ്ട് എത്രയാണ് പെർസെന്റേജ് ഓഫ് വേരിയേഷൻ? +or -5% എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 47 × 10⁻⁴ +or-5%. ഇതാണ് ഈ കാർബൺ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 470 ±5% ഓം. ഇതാണ് ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ കളർ കോഡ് ഉപയോഗിച്ചിട്ട് കാർബൺ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ റിംഗിന്റെ കളർ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ റിംഗിന്റെ കളർ സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. തേർഡ് റിംഗിന്റെ കളർ 10ന്റെ പവറിനെ അല്ലെങ്കിൽ ഡെസിമൽ മൾട്ടിപ്ലയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നാലാമത്തെ റിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ കളർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? പെർസെന്റേജ് ഓഫ് വേരിയേഷനെ, റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന വേരിയേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എത്ര ശതമാനം വേരിയേഷൻ സംഭവിക്കാം അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഗോൾഡൻ കളർ ആണെങ്കിൽ 5%, സിൽവർ കളർ ആണെങ്കിൽ 10%, നോ കളർ ആണെങ്കിൽ 20% ഓഫ് വേരിയേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കളർ കോഡ് ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ കളർ കോഡ് ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കളർ കോഡ് പഠിച്ചിരിക്കണം. ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക്, പിന്നെ ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. ആ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ആ ഓർഡറിൽ പഠിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എന്താണ് എളുപ്പ വഴി? ഈ ഓരോ കളറിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് എടുക്കുക. B, B, R, O, Y, G, B, V, G, W. ഇത് വെച്ചിട്ട് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാം. ഓരോ കളറിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് ആ സെന്റൻസ്? B.B. Roy, Great Britain has a very good wife with gold and silver necklace. ഇത് നമ്മൾ ഈ കളർ കോഡ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സെന്റൻസ് ആണ്. B.B. Roy, Great Britain has a very good wife with gold and silver necklace. First B indicates black, second B indicates brown, R indicates red, O indicates orange, Y indicates yellow, this capital G indicates green, B indicates blue, V indicates violet, G indicates grey, W indicates white, G indicates golden color, S indicates silver color, and N indicates no color. അപ്പോൾ നമ്മൾ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സെന്റൻസ് ആണ്. എന്താണ്? B.B. Roy, Great Britain has a very good wife with a gold and silver necklace. B.B. Roy, Great Britain has very good wife with a gold and silver necklace. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ഈ ഒരു സെന്റൻസ് നമ്മൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. ആ ഒരു സെന്റൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് കളർ കോഡ് എഴുതി പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കൃത്യമായിട്ട് ഈ കളർ കോഡ് എഴുതി വെക്കുക. എന്നിട്ട് തന്നിട്ടുള്ള പിക്ചറിൽ നിന്നും ഓരോ റിങ്ങിന്റെയും കളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തുണ്ടാക്കുക? റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ടോപ്പിൽ വരുന്ന ബി ബ്ലാക്ക് ആണ്, അതിന്റെ തൊട്ട് താഴെ വരുന്ന ബി ബ്രൗൺ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ബ്ലൂ വരുന്നത് 7th പൊസിഷനിലാണ്, അതിന്റെ കോഡ് 6 ആണ്. അതേപോലെ 2 G വരുന്നുണ്ട്. ഒന്നാമത്തെ G ഗ്രീൻ ആണ്, രണ്ടാമത്തെ G ഗ്രേ ആണ്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾക്കിനി ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഈ ഒരു കാർബൺ റെസിസ്റ്ററിന്റെ ഫസ്റ്റ് റിങ്ങിന്റെ കളർ ബ്രൗൺ ആണ്. ബ്രൗണിന്റെ കോഡ് 1. അപ്പോൾ ഫസ്റ്റ് റിങ്ങിന്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒന്നാമത്തെ സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെയാണ്. അപ്പോൾ 1. രണ്ടാമത്തെ റിങ്ങിന്റെ കളർ ഗ്രീൻ ആണ്. ഗ്രീനിന്റെ കോഡ് 5 ആണ്. അപ്പോൾ അത് രണ്ടാമത്തെ സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. 1, 5. മൂന്നാമത്തെ റിങ്ങിന്റെ കളർ റെഡ് ആണ്. റെഡിന്റെ കോഡ് 2 ആണ്. അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 10ന്റെ പവറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 10⁻². ഫോർത്ത് റിങ്ങിന്റെ കളർ ഗോൾഡൻ കളർ ആണ്. അത് ടോളറൻസ് അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ +or-5%. +or-5%. ഇത്രയും ഓം എന്ന് പറഞ്ഞാൽ 15 × 10⁻², അതായത് 1500 +or-5%
ഓം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ 1500 എന്തായിട്ട് എഴുതാം, 1.5 കിലോ ഓം എന്നും എഴുതാം. 1.5 കിലോ ഓം അല്ലെ. 1500 എന്ന് പറഞ്ഞാൽ 1.5 × 10⁻³ ആണ്. അതുകൊണ്ട് 1.5 കിലോ ഓം എന്നും കൂടി ഇതിന്റെ വാല്യൂ നമുക്ക് എഴുതാം. എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ? ±5%. ഇങ്ങനെയാണ് കളർ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.